മുഖം തെളിച്ചല്ല, എന്നോട് തെറ്റി നിൽക്കുക. റെസ്റ്റോറന്റിൽ സ്റ്റൈൽ ഒറിജിനൽ ബിരിയാണി. ഇത് പിന്നെ എന്താണ്? ഹലോ ഗായ്സ്, നമ്മളിന്ന് പൊന്നമ്മേന്റെ കുക്കിംഗ് കാണാൻ പോവാണ് ഗൈസ്. നമ്മളിന്ന് ചിക്കൻ ചുക്കയായിരുന്നു വിചാരിച്ച, പക്ഷെ ഇന്ന് നമ്മള് ബിരിയാണി. ഗൈസ്, പൊന്നമ്മേന്റെ ബിരിയാണി കോഴിക്കോട് സ്പെഷ്യൽ. ഗൈസ്, ഞാൻ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. പൊന്നമ്മേന്റെ ഫുഡ്. ഫസ്റ്റ് ഗൈസ്, നമ്മൾ ഉള്ളി മൊരിച്ചെടുക്കണം. ഇത് ഞാൻ മൊരിച്ചെടുത്ത ഉള്ളിയാണ്. ഒന്ന് കാണിച്ചു കൊടുക്കുമോ? പക്ഷെ ഇത് കരിഞ്ഞു പോയി. എന്താ വേണ്ടത്? ചിക്കൻ പൊരിച്ചു വെക്കണം ആദ്യം. ഓക്കെ. പിന്നെ ഉള്ളിയും പൊരിക്കാണ്ടേ? ഉള്ളിയും പൊരിച്ചു വെക്കണം. ഇത് കുറച്ച് കരിഞ്ഞു. എന്താണ് ഇത്, ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഗൈസ്, നമുക്ക് ആദ്യം ചിക്കൻ കുറച്ച് പൊരിച്ച് മാറ്റി വെക്കണം. പിന്നെ കുറച്ച് ഉള്ളി മൊരിച്ച് വെക്കണം. ഇത് കുറച്ച് കരിഞ്ഞു പോയി, പക്ഷെ കുഴപ്പമില്ല ഗൈസ്. പിന്നെ വേണ്ടത്, പിന്നെ നമുക്ക് തൈര് വേണം, ബിരിയാണിക്ക് വേണ്ട സവാള വേണം, പിന്നെന്താണ് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മുളക്. അരി വേണ്ടേ? അരി വേണം. അരി നമുക്ക് ആദ്യം അരി വേവിച്ചെടുക്കാം. പൊന്നമ്മ കുക്കറൊക്കെ ചൂടാക്കി എന്താ വയ്ക്കുന്നത് പൊന്നമ്മേ? നെയ്യ് ഒഴിക്കുകയാണ്. ആദ്യം നമ്മൾ കുക്കറിൽ ലേശം നെയ്യ് തേച്ച്, പൊന്നമ്മേ ഗീ. ഓക്കെ, ഗീ തേച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ മിക്സ് ചെയ്യാം. നമുക്ക് നെയ്യ് കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ഗൈസ്. പിശുക്കോണ്ടല്ലേ ഗൈസ്? വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അയ്യോ, ബിരിയാണിക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് വാങ്ങാൻ മറന്ന്. എന്താ? മല്ലിച്ചെപ്പ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറാമ്പൂവ്, കറാമ്പട്ട, ഏലക്കായി ഒക്കെ ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു ആണോ ഈ ഉദ്ദേശിച്ചത്? കറാമ്പൂവ് എന്നാ ഞങ്ങൾ പറയാ. ഇതൊന്ന് സെറ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ബിരിയാണിക്ക് വേണ്ട റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം. സൂപ്പർ. 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. അടുത്തടുത്ത്. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോ നമ്മൾ അരി ഇട്ട് കൊടുക്കും. വെള്ളം തിളയ്ക്കണോ? ഒന്ന് തിളച്ചോട്ടെ. പിന്നെ ഉപ്പിടാൻ മറക്കരുത്. ഉപ്പിട്ടില്ലെങ്കിൽ ഗൈസ്, നമുക്ക് ഇത്രയും ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചോദിക്കോ? ചിലപ്പോ ഉപ്പ് കൂടിപ്പോകും. മതി. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോ അരി ഇട്ടിട്ട് അടച്ചു വെക്കാം. ചിലപ്പോ അപ്പോഴത്തേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം. ഉപ്പ് ടേസ്റ്റ് ചെയ്യാണ് ഗൈസ്. അരിയെ പിടിക്കുവോ? ഇല്ല, നമുക്ക് ഇത്തിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് പായസം കുടിക്കേണ്ടി വരുമോ? ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി വെച്ച പൊന്നമ്മ. മതി. ഗൈസ്, അടുക്കളയിലേക്ക് വന്നത് കണ്ടോ? കല്യാണപ്പുരയിൽ പോണ പോലെ. കുളിച്ചിറങ്ങിയിട്ടുള്ളൂ, അപ്പത്തേക്ക് ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടുക്കളയിൽ പണിയെടുക്കാൻ വരണോ? ഞാൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. അരി തിളച്ച് വരുന്നുണ്ട്. വെള്ളമാണോ തിളക്കുന്നത്? വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഞാൻ അരി ഇട്ട് ഓർമ്മയിലാണ്. ഞാൻ അങ്ങനെയൊക്കെയാണ് കുക്ക് ചെയ്യുക ഗൈസ്. ലാസ്റ്റ് ഔട്ട്പുട്ട് നോക്കിയാൽ മതി. അരി തിളച്ചു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ബിരിയാണീന്റെ ഒരു കളർ വരാൻ വേണ്ടിയിട്ട്. അത് മതിയില്ലേ? മതി. ഒരു പാട്ട് പാടി കൊടുക്ക പൊന്നമ്മേ. ഞാനൊന്നും പാടി. ഈ പാട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ദേവസിന്റെ പാട്ട്. ഈറ്റ കുക്കർ അടയ്ക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഗൈസ്? പക്ഷെ എനിക്കറിയാം. ബട്ട് ഷീ ഡിഡ് ഇറ്റ്.
ഇത് 3 വിസിൽ വരുന്നവരെ കാത്തിരിക്കേണ്ട. നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഗൈസ്, നമ്മള് ഇതിലാണ് മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തപ്പാൻ പോകുന്നതാ, എടുത്തൂടെ? ഞാൻ അത്ര പ്രൊഫഷണൽ കുക്കിംഗ് ചാനൽ ഒന്നുള്ള ഒരാളല്ലല്ലോ. അച്ഛന്റെ ബിയർ ഈ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ലേശം കരിഞ്ഞു പോയ നമ്മുടെ ഇതാണ്, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിലേക്ക് ആദ്യം ഇടേണ്ടത് കുറച്ച് കറിവേപ്പില. അപശബ്ദങ്ങൾ ഒന്നും ശ്രദ്ധിക്കണ്ട. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പ്രൊഫഷണൽ ആയിട്ടാണ്. ഇതുപോലെ ഒരു ചിക്കൻ ബിരിയാണി നിങ്ങൾ എല്ലാവരും ഒന്ന് അടുത്ത വിസിൽ കാണിക്കാം. ഇതിട്ട് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് എന്തേലും ഇടണ്ടേ? ഇനി ഇതിലേക്ക് എന്തേലും ഇടുക? എന്താ ചിക്കൻ പഴ ഇടുക? ഇല്ല, ചിക്കൻ ഇല്ല. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ. ഈ ഒരു രീതി നിങ്ങൾ നോക്കി. പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഉള്ളി ഇടണ്ട. ഇങ്ങനെ കാണിക്കൂ പ്ലീസ്. ഇതിലേക്ക് ഉള്ളി നമ്മൾ ഇടും. ആയിട്ടില്ല. ഇത് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചെറിയൊരു മാറ്റം ഉണ്ടാകുമായിരിക്കും. പൊന്നമ്മേന്റെ മസാലയുടെ സ്മെല്ല്. എന്നെ കൊണ്ട് ഇളക്കിപ്പിക്കുകയാണ്. ഇവിടെ വീഡിയോ പിടിക്കാനും ഞാൻ വേണം. കട്ട് ചെയ്തോ. ആ തക്കാളി ഒന്ന് വേവാൻ കുറച്ച് മൂടി വെക്കാം. നിങ്ങൾ കണ്ടിരിക്കുന്നോ ഏതോ യൂട്യൂബ് ചാനൽ ഇത്ര 4 പാത്രങ്ങളും പിടിച്ചിരിക്കുന്നു? എനിക്ക് മടിയാണ് ഗൈസ്. നല്ല മറ്റേ ബൗളിലൊക്കെ ആക്കി എടുത്ത് വെച്ച് അതൊക്കെ സമയം കുറെ പോകും. നിങ്ങൾ നോട്ട് ചെയ്താ കാണാം, എല്ലാ പാത്രവും കണക്കാ. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാ എന്റെ ഫോണില്. മനുഷ്യന്മാരെ കണ്ടൂടാ. അതാണ്. ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടാം ഗൈസ്. ഇതില് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ലേശം കൂടെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. അതാ എന്താ നെക്സ്റ്റ് എന്താ പൊന്നമ്മ? മുളക് പൊടി ഇടുന്നു നമ്മൾ. 1 സ്പൂൺ മുളക് പൊടി. അടുത്ത ചിക്കൻ മസാല കേട്ടോ? ഇല്ല, ഇടണം. ഇതിലുപ്പിട്ടോ? മുളക് പൊടി ഇല്ല. ഇതിലുപ്പ് വേണ്ട? വേണമെങ്കിൽ ഇടാം. ലേശം ഇടണം. സീരിയസ്നെസ് ആണ് ഗൈസ്. ഇവിടെ ഒരു ക്യാരറ്റ് ബോൾ ഉണ്ട്. അതിന്റെ വീഡിയോ എപ്പോ വരും പൊന്നമ്മേ? വരും, വരാതിരിക്കില്ല. അതെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, ലേശം മതി. ലേശം മതി പറഞ്ഞിട്ട് ഞാൻ ഇത് 2-3 ആൾക്ക് തിന്നാനുള്ള ബിരിയാണിയുടെ കണക്കാണ് കേട്ടോ. 3 ആള് എന്ന് പറഞ്ഞാൽ കുറച്ച് തിന്നുന്ന ആൾക്കാർ. ഞങ്ങളൊക്കെ ഉണ്ണിവയറായതുകൊണ്ട് അതെ അതെ കുറച്ചേ കഴിക്കൂ. പ്രൊഫഷണൽ. മസാല ഇട്ട് ഗൈസ്. കുരുമുളക് പൊടി ഇടാം. ചിക്കൻ പൊടിച്ചു വെച്ചതിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പോണത് ഒരു ഗ്ലാസ്സിലെങ്കിലും വെള്ളം നിറച്ചൂടെ? എന്നെ കാണിക്കണ്ട. എന്നെ കാണിക്കണ്ട. ഞാനൊരു കോള് വന്നപ്പോ പോയി. നോട്ടി പൊന്നമ്മ. നമുക്ക് ടുട്ടു ചെയ്യണ്ടേ? ഇന്നെ കാണിക്കണ്ട. എന്താ ഇതില്ലേ കാണണ്ട? ചിക്കൻ ഇട്ട്
ഇനി നമുക്ക് നമ്മുടെ കരിഞ്ഞ ഉള്ളി, ഈ ഉള്ളി എത്ര കരിയരുത് ഗൈസ്, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര കരിയരുത്. എന്നോട് ലേശം കരിഞ്ഞു പോയതാ. ഈ ഉള്ളിയാണ് ഇതിന്റെ ടേസ്റ്റ്. ഉള്ളി ഇങ്ങനെ വറുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. എന്നെ കാണിക്കട്ടെ? വേണ്ട, അന്നെ എന്തിനു കാണിക്കുന്നു? നിപ്പ് വേണ്ട. തോർത്തുമുണ്ടൊക്കെ ഇട്ട് കൽപ്പണിക്കാണോ പോകുന്നത്? തലേ കേട്ട ഗൈസ്, ഇത് എന്തിനാ ഇട്ടേന്നറിയോ? ഓക്ക് തീരെ എരി പറ്റില്ല, മൂക്ക് ചീറ്റാൻ. പണ്ട് നമ്മള് കട്ട്ലേറ്റ് എന്നാ പോകുമ്പോഴും കട്ട്ലേറ്റ് എന്നാ പോലും മൂക്ക് ചീറ്റുന്ന പൊന്നമ്മ. മുഖം തെളിച്ചല്ല, എന്നോട് തെറ്റി നിക്കുക. ഇപ്പൊ കണ്ടോ ഗൈസ്, ഇപ്പൊ നല്ലൊരു കളർ വന്നില്ലേ? നോക്ക് 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 കളർ ഇടാണ്ട്. ഫുഡ് കളർ ഒന്നും ഇടണ്ട ആവശ്യമില്ല. നമുക്ക് ഇതാ കണ്ടോ സെറ്റായി. ഇനി ഇതിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് കുറച്ചുകൂടെ ചിക്കൻ മസാല ഇടണേ. കുറച്ച് കൂടുതലുണ്ടല്ലോ. അത് കുറച്ചാ, അത് നമുക്ക് സെറ്റാക്കാം. നന്നായി. അതിലൊഴിച്ചുണ്ടോന്ന് ഇല്ല, പാട്ടേര് ഇപ്പൊ വെള്ളമായിട്ട് വരും. ഇനി കുറച്ച് വെള്ളം ഒഴിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് അന്നമ്മേന്റെ കുക്കി. ഇനി ഇതിലേക്ക് നമുക്ക് വേറൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ഇടാണ്ട്. ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഗൈസ് ബിരിയാണി മസാല. ബിരിയാണി ഉണ്ടാക്കുമ്പോ ഒരു പാക്കറ്റ് ബിരിയാണി മസാല വാങ്ങണല്ലോ. തട്ടൊക്കെ എന്താ പ്രൊഫഷണൽ. ഇതാ നമ്മൾ കട്ട് ചെയ്യാണ്. ഒരുപാടൊന്നും ഇടണ്ട, ഒരു ലേശം, ഒരു സ്പൂൺ ബിരിയാണി മസാല. ഈ മസാലയാണ് ഈ ബിരിയാണിന്റെ ടേസ്റ്റ്. ഇട്ട് 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 ഇവിടെ രസമില്ലെല്ലാം കുക്കി. അങ്ങനെ ആ മസാലയും കൂടെ ഇട്ട് ഇപ്പൊ നല്ലൊരു മണം വരുന്നില്ലേ? ചുമന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ഉള്ളി അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ. ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് ചിക്കൻ ചുക്ക. ഇനി ഇതിനെ നമ്മൾ ബിരിയാണി ആക്കി മാറ്റും. വേണമെങ്കിൽ ഇത് ലേശം മാറ്റി വെച്ച് ചിക്കൻ ചുക്കയായിട്ട് നമുക്ക് കഴിക്കാം. ഇന്നെ കാണിക്കണ്ട, ഇത് എൻ്റെ കുക്കിംഗ് മാത്രം കാണിച്ചാൽ മതി. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് പറയണേ. ഇതെന്താ ഉരുളക്കിഴങ്ങോ? അല്ല, അത് തക്കാളിയാണ് ഗൈസ്. ഇതാ ചിക്കൻ ചുക്ക റെഡി. ചിക്കൻ ചുക്കൻ്റെ കൂടെ ഇനി ബിരിയാണി ആക്കട്ടെ. നമ്മുടെ നേരത്തെ ഇത് കാണിച്ചു കൊടുക്ക്. നേരത്തെ ഉണ്ടാക്കി വെച്ച് കുക്കറിൽ 3 വിസിലടിച്ച് വെച്ചത് ഉള്ളിലേ കാണിക്കൂ. കുക്കറിന്റെ സെറ്റായി വന്നിട്ടുണ്ട് ഗായ്സ്. എനിക്കിപ്പോഴേ ചോദ്യമായി. ഇനി നമ്മുടെ ചിക്കൻ ചുക്ക. ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റ് ഇടാണ്ട്. തുമ്മു അതൊക്കെ ലേശം ഉണ്ടാവും. ഇനി ഇതിലേക്ക് എന്തോ ഒന്ന് ഇടാണ്ടായിരുന്നു. തൈര്, കട്ട തൈര്. ഇത് വീട്ടിലുണ്ടാക്കിയതാ? ഇതിവിടെ വീട്ടിലുണ്ടാക്കിയ തൈരാ. ലേശം തൈരും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര മതിയാവും. ഇനി നമുക്ക് തൈര് ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കണേ. തൈര് ഉണ്ടാക്കുന്നേ ഞാൻ ഉണ്ടാക്കില്ല. എന്ത് തൈര് ഉണ്ടാക്കാൻ? ഇതിന് കൂട്ടായി സാലഡോ? അപ്പൊ അതിനുള്ള ഉള്ളിയൊക്കെയോ? അതിൽ ഉപ്പിട്ടാ പോരെ? ചെറിയുള്ളി തരാം. ചെറിയുള്ളി അങ്ങനെ ഇത് ഏകദേശമായി. നമുക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാല ഒന്നും കളയണ്ട. ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പ്. എന്താ ഒന്നും ഇണ്ടാത്തേ? അയ്യോ, ഇത്ര വേണ്ട. ചുപ്പിടല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ. പിന്നെ ചീത്തറിഞ്ഞില്ലേ? പിന്നെ പറയണ്ടേ, കുക്കിങ്ങിന്റെ ഇടയിൽ കോൾ ചെയ്യാൻ പോയാൽ ഇത് കരിഞ്ഞൂലേ? അല്ലെങ്കിൽ എൻ്റെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ആ കരിഞ്ഞ ഉള്ളി പറയുന്ന പോലില്ല കരിഞ്ഞത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അത് കുഴപ്പമില്ലാന്ന്. എന്താണ് ഉടക്കുന്നത്? അത് തക്കാളി ഉടഞ്ഞില്ലായിരുന്നു.
ഇനി ഞാൻ കുറച്ചുകൂടെ ഇതിലേക്ക് കറിവേപ്പില പറിച്ചിട്ട് വരാം. ചിക്കൻ ചുക്ക ഗൈസ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. യമ്മി ആയിരിക്കും. ഓക്കെ, എന്താണ് പറയുന്നത്? ഓക്കെ, ഇത് എൻ്റെ വീട്ടിലുണ്ടായതാണ്. അങ്ങനെ തന്നെ റൈസ് കാണിച്ചു കൊടുക്ക്. റൈസ് പ്രാവശ്യം കാണിച്ചില്ലേ, വലിയ മാറ്റമൊന്നുമില്ലല്ലോ. അങ്ങനെ ഏകദേശം ബിരിയാണീൻ്റെ കാര്യം ഇവിടെ റെഡിയായി. ടേസ്റ്റ് ഉണ്ടോ? മണമുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പറഞ്ഞുതരുമോ? ഉപ്പുണ്ടോക്ക്? ഉപ്പ് പിന്നെ റൈസില്ലേ? റൈസിൽ അമ്മ ഇവിടെ പോയി. എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്. ഉപ്പ് കൂടുതലാ? ഉപ്പ് അറിയുന്നുണ്ട്. റൈസും ഇതും കൂടി ആകുമ്പോ പിന്നെ ഉപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഉപ്പ് ലേശം കൂടെ ഉണ്ടാ? ഇതിലുണ്ടോ? ഉണ്ടോ? കുറച്ചുണ്ട്. റൈസും കൂടി ആകുമ്പോ വേണ്ടി വരില്ല. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി. കുറച്ച് മസാല, കുറച്ചുകൂടെ ചാറ് വേണോ എന്ന് നോക്കട്ടെ. വല്ലാണ്ട് ചാറാവണ്ട, ലേശം ചാറ്. അച്ഛനാണ് ഇവിടെ പറയുന്നത്. അച്ഛന് വ്ളോഗിന്റെ കാര്യം അറിയില്ല. അച്ഛൻ ഞങ്ങള് വ്ളോഗ് എടുക്കുക. അതവിടെ കിടന്ന് അടിയത്തേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ടിന്റെ ആണെങ്കിൽ എന്താക്കും, സാരില്ല. ഇത് നമുക്ക് സ്പീഡ് കുറച്ച് കൂട്ടി വെക്കാം. അപ്പൊ ഇതിങ്ങനെ മതി. ഇതിപ്പോ ഒരു കറി പോലെ ആയി ഉണ്ടാവും. ഗ്രേവി എന്നൊക്കെ പറയും. ഗ്രേവി തള്ളവയുമായി. പൊരിച്ച ചിക്കനൊക്കെ അറിയുന്നുണ്ടോ അപ്പോ പൊരിച്ചതാണെന്ന്? പക്ഷെ ഇതിന്റെ ടേസ്റ്റ് അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കോരി വെക്കാം. നല്ല ബീറിനൊക്കെ അടിക്കാൻ. എന്തൊക്കെ പറയുന്നേ? ആരായി പറയുന്നേ? അങ്ങനെ ചോദിക്കണോ? ഞാൻ അങ്ങനെ ഉള്ള കുട്ടിയാ അല്ല, എന്നാലും പറയാൻ. ഇനി നമുക്ക് ഈ ബിരിയാണി എടുത്തിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്. നിങ്ങളിത് കാണുന്നുണ്ടോ? കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ട്. എല്ലാം കാണും. കുക്കിംഗ് ബ്ലോഗിന് ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? നമ്മുടെ ഇൻസ്റ്റ ഐഡി ഒന്ന് പോയി നോക്കണേ ഗൈസ്. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെന്ത് കുഴഞ്ഞു പോകും. ഹോക്കിങ്സിന്റെ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം. ഇനി ആണ് നമ്മൾ ഈ മാറ്റി വെച്ച ചിക്കൻ. മസാലകളെല്ലാം ചുറ്റി വെക്കണമല്ലോ. രണ്ട് ലെയർ കഴിഞ്ഞ് ഇതൊന്ന് അങ്ങനെ നമ്മൾ മൊത്തം ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കിത് ദമ്മ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ദമ്മ് ചെയ്യാം. പറയട്ടെ, ദമ്മിട്ടോ? ദമ്മിടാൻ ഒരു പാത്രം ഉണ്ട്. ഈ പാത്രം കൊണ്ട് നമുക്ക് മൂടി വെക്കാം. അതിന് ആദ്യം ഗ്യാസ് ഓൺ ആക്കണം. കഴിഞ്ഞോ? ഒരു ഇങ്ങനെ പ്ലേറ്റ് കേട്ടോ? പൊട്ടൂലായിരിക്കും. മതി. ദമ്മിട്ടുകൊണ്ടിരിക്കുമ്പോൾ ദേവിക അവിടെ സാലഡ് ഉണ്ടാക്കുമായിരുന്നു. മതി, എനിക്ക് വേണ്ട. നോക്കട്ടെ.
ഹൈ സുന്ദരി സാലഡ് ഉണ്ടാക്കണ ഗൈസ്. മുളക് വേണ്ട? എവിടെ തരാം. മുളകരിയട്ടെ. അയ്യോ എനിക്ക് വിറയ്ക്കുന്നു. പറഞ്ഞോ. ഞാൻ ഇതിന്റെ മുളകാണ്, കൈയൊക്കെ എരിയും. നോക്ക്, ക്യാമറയിലേക്ക് നോക്കൂ. മുളകിട്ട് നമ്മൾ അടിക്കുക. നല്ലവണ്ണം ഇളക്കിക്കോ. ഇതിങ്ങനെ ഇളക്കാൻ ഞാൻ ജസ്റ്റ്. എന്താ കാട്ടുന്നേ? ആണ് ആണ് ആണ്. ആ പാത്രമൊക്കെ കഴുകി വെക്കണം കേട്ടോ. എന്നിട്ട് ഞാനോ? ഡ്രസ്സിലോ? അതിനെന്താ, ആരെയും പറഞ്ഞോ പാർട്ടി വെയർ ഇട്ടിട്ട് വീഡിയോ എടുക്കാന്ന് കേട്ടിട്ട് അടുക്കളയിൽ കയറാൻ? ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. നോക്ക്, പാർട്ടി വെയറിൽ പണിയെടുക്കുന്നു. എടുത്തോ. എടുപ്പിക്കുന്നു എന്ന് പറയും. ഗൈസ്, അങ്ങനെ സാലഡ് റെഡിയായി. കാണിച്ചോടൂ. അതൊക്കെ തൂത്തൊലിപ്പിക്കുന്നു. പൊന്നമ്മ ചിക്കൻ കറിയും പാടി ഉണ്ടാക്കി വെച്ചിട്ടാണ്. ചിക്കൻ പൊരിച്ചത് ചുക്കയ്ക്ക് വേണ്ടി, സോറി ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അത് തന്നെ. എന്തൊരു കഷ്ടപ്പാടാ. ആ മുഖം ഒന്ന് നോക്ക് ഗൈസ്, നിഷ്കളങ്കത. അച്ഛനെ കൊടുക്കട്ടെ. ഇങ്ങനെ അടിച്ചോ, ഇങ്ങനെ. ആ, നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാൻ. ഓ പൊട്ടിക്കാൻ. എനിക്ക് ചൂടുണ്ട്. പിന്നെ ഇത് ചൂട് പിടിക്കണേ. ഈ പാത്രം അങ്ങോട്ട് എടുത്ത് മാറ്റുക. മാറ്റിക്കോ. ആ, ഇനി നമ്മൾക്ക് തുറന്ന് നോക്കാം ഗൈസ്. അപ്പൊ ശബ്ദങ്ങൾ ഇവിടെ സ്മെല്ല് സൂപ്പറാ. ആവി പോകുന്ന കണ്ടിട്ട് ഇനി ലുക്ക് കണ്ട് അഭിപ്രായം പറ. പിന്നെ തിന്നിട്ടും അഭിപ്രായം പറയാം. ലുക്കിലല്ലല്ലോ കാര്യം. ആ, തിന്നു നോക്ക്, തിന്നിട്ടും പറയണം. ലുക്ക് എങ്ങനെയുണ്ട്? ലുക്ക് പൊളി. മല്ലിച്ചപ്പൊടിന്റെ സെറ്റ്. മല്ലിച്ചപ്പ് ഇല്ലാണ്ടായി പോയി, സാരില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോ ഗൈസ് മല്ലിച്ചപ്പ് എന്തായാലും ഇടണം. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. വാവ്, എന്ന് പറയാ. പിന്നെ അയ്യോ, കഴിഞ്ഞ ഇല്ല ചെറുതായിട്ട്. അതടിയല്ലേ. നമുക്ക് മുകളിൽ തിന്നാലോ. ഇതാ നമ്മുടെ നല്ല പൊരിച്ച ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ് ഗായ്സ്. ചിക്കനൊക്കെ കിടക്കുന്നൊക്കെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ. യെസ്, ഇതെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യും. ഇനി നമ്മൾ ഇത് കഴിക്കട്ടെ. ഇത് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പുറത്തേലെന്താ? അപ്പുറത്തേലാണ് നമ്മുടെ സ്പെഷ്യൽ എന്തിൻ്റെയും കാരക്ക അച്ചാർ. കൊണ്ടേട്ടാ ഞാൻ കുറച്ച് നേരത്തെ കണ്ടതാ. ആവശ്യത്തിന്. ഇതാ ഇത്ര എടുക്കട്ടെ, ഈ കഴിക്കുവോ? ആ ഓക്കെ. ചമ്മന്തി കൂടെ പൊടിക്കായിരുന്നു. ഇതിപ്പം നിൽക്കട്ടെ, അടുത്ത നമുക്ക് റെസ്റ്റോറൻറ്റിൽ സ്റ്റൈൽ ഒറിജിനൽ ബിരിയാണി ഉണ്ടാക്കി. ഇത് പിന്നെ എന്താണ്? ചുക്കല്ല, ഒറിജിനൽ. അയ്യോ, മറ്റേ ഇടുക്കി പോയപ്പോ ഉണ്ടാക്കി. അതാണ്. ഇതാണോ ഉണ്ടാക്കിയത്? ബിരിയാണി റെഡി. അങ്ങനെ നമ്മുടെ ബിരിയാണി സക്സസ്. അപ്പം നമ്മൾ ഫുൾ സെറ്റായി. ഇനി കഴിച്ചാൽ മതി. അരമണിക്കൂറായി ഇവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ട്. ഒന്ന് കഴിക്കട്ടെ. തംബ്നെയിലിടണ്ടേ? എങ്ങനെയുണ്ട് ഫുഡ്? കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ സെറ്റ്, ഒന്നും പറയാല്ല. നീ കഴിച്ചിട്ടും പറയണേ. തിന്നട്ടെ? തിന്നോ. നല്ല വിശപ്പില്ലേ? എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു. പറയൂ ഗൈസ്, അഭിപ്രായം പറയൂ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയാൻ പറ്റില്ലല്ലോ.
സെറ്റാണ് ഗൈസ്, മസ്റ്റ് ട്രൈ ആണ്. പൊന്നമ്മേൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഓണം മാത്രം. ഇത് നിങ്ങൾക്ക് ഹോട്ടലിൽ പോയാൽ കിട്ടൂല ഈ ഒരു ടേസ്റ്റ്. കിട്ടൂല. എങ്ങനെയുണ്ട് ശരിക്കും പറ? സൂപ്പർ. ഇതുപോലത്തെ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടായി തന്നുണ്ടോ? ഇല്ല, ഈ ഓരോ ടൈം ഉണ്ടാക്കുമ്പോൾ ഓരോ സ്പെഷ്യാലിറ്റി, സ്പെഷ്യൽ ടേസ്റ്റ്. നിർത്തി അങ്ങ് പൊക്കി പറയാ. അല്ല സത്യം. മാറി നിന്ന് പറഞ്ഞോ. വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വ്ളോഗ് കിട്ടോ. സത്യമാണ് ഗൈസ്, ഇവിടെ ഫുഡ് ഒരു രക്ഷയില്ല. കാരക്കച്ചാറുണ്ട് ഗൈസ്. കല്യാണം ഞാൻ എന്താക്കും, ചെക്കനുകളെല്ലാം വെച്ചോളൂടെ. ഇതുവരെ സിംഗിൾ ആണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. വയ്യ തിന്നാ സമയം. കമന്റ് ചെയ്യുന്ന ആൾക്ക് DM-ല് ഏജ് ഒക്കെ പറഞ്ഞുതരാം. ഞാൻ പറയാം 23 വയസ്സ്. 24. ഇല്ല, ആയില്ല. അങ്ങനെ ഞായറാഴ്ച അടിപൊളിയാക്കി. എനിക്ക് ഈ ചിക്കൻ കഷ്ണം വേണ്ട. എക്സ്ചേഞ്ച് ഉണ്ടോ? ഇല്ലല്ല, ഇതൊക്കെ ഇതിൽ കൊറേ ഇറച്ചിണ്ട്. വേണേ എടുക്കാം. സോഫ്റ്റ് പീസ് എനിക്ക് ഇതാണ് ഇഷ്ടം. എനിക്ക് അച്ചാറും തൈരും ഒന്നും വേണ്ട. തൈര് വേണേ എടുത്തോ. 4 ആൾക്കൂടെ കൊടുക്കണമെന്നുണ്ട്. ആർക്കെങ്കിലും അഭിപ്രായം കേൾക്കാൻ. ആ കരിഞ്ഞേന്റെ ഒരു ടേസ്റ്റ് പറയും. അതല്ല ഞാൻ പറയുന്നത്, അടി കരിഞ്ഞുണ്ടേനു ലേശം. ആ കരിഞ്ഞതിനും ടേസ്റ്റ് ഉണ്ട്. അത് പിന്നെ ആരാ ഉണ്ടാക്കുന്നത്? സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സൂപ്പറാണ്. ഇത് കാണുന്ന എൻ്റെ ബന്ധുക്കൾ എന്നോട് ഒരിക്കലും ബിരിയാണി ഉണ്ടാക്കി തരാൻ പറയരുത്. പ്രത്യേകിച്ച് ആരെങ്കിലും മനുഷ്യനുണ്ടോ? അതാരാ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആരതിനെ അതിരാനെ കൂടെ വിളിക്കേനി. എന്നാ വ്ളോഗ് ഒരു ചറപ്പറ. ആരതി ബിസി അല്ലേ? ഞങ്ങൾ ഇനി മുതൽ ഗായ്സ് കുറയ്ക്കുന്നുണ്ട്. അതെ ഗൈസ്. ഗായ്സ് മാറ്റി വേറെന്താ വിളിക്കുക? റെൻഡർക്ക് നോക്ക് മക്കളെ. വേണോ? ഞാൻ ഈ തലയൊക്കെ കഴിക്കട്ടെ. ഇത് തിന്നു വരെ ഈ ബ്ലോഗ് എടുത്തോണ്ടിരിക്കുക. ഈ തലയൊക്കെ ഇട്ടിട്ട് എന്താന്ന് വെച്ചാല് കുക്ക് ചെയ്യുന്ന ഞാനല്ലേ. അപ്പൊ ആ കുക്ക് ചെയ്യുന്ന പണിക്കാരന്റെ തലയിലുണ്ടാവലല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങൾ ആസ്വദിച്ച് തിന്നട്ടെ ഗൈസ്. ബൈ. ബൈ പറയാനൊന്നും ഒരാൾക്ക് ഇവിടെ സമയമില്ല. ബൈ. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പിന്നെ അത്രേ ഉള്ളൂ. ഈ ക്യൂട്ട്നെസ് കാര്യം ഏതാണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാണ്ട് പോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എന്നാ പിന്നെ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോഴും കാണാലോ. വേണ്ട, ഡിസ്ലൈക്ക് അടിച്ചോ. ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ വരും ഓൺ ദ വേ. ഹായ് ഗായ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകാൻ വേണ്ടി. ഇവള് കല്യാണത്തിന് പോവാണ്. റിസപ്ഷൻ. ഇതാണ് പൊന്നമ്മേൻ്റെ വീട്. ഞങ്ങൾ 2 റീൽസൊക്കെ എടുത്ത് ഗൈസ്. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ മെല്ലെ പിരിയും.